ഒരു തത്വചിന്തകന്റെ അവസ്ഥയിലൊക്കെ അവിടെ ഇരുന്നത് ഒരിതില്ല. അപ്പോ അങ്ങനെ കടയിലുള്ള 10-20 തുണി മൊത്തവും മേടിച്ച് എല്ലാം എടുത്തിട്ട് ഒരുവിധം ഇഷ്ടമായ, ഇനി വേറെ കൺഫ്യൂഷനില്ല, ഇനി മാറ്റേണ്ടി വരില്ലല്ലോ, പലപ്പോഴും പോകത്തേയില്ല കൂടെ. ഒരു ഡെസിഷനായി അവസാനം ബില്ലെടുപ്പ് ആ സ്ത്രീ പറയും, ഒരു മിനിറ്റ് ആ ബൊമ്മയിലുള്ളതും കൂടെ ചോദിക്കലാണ്. അവിടെ പെണ്ണ് നിൽക്കുമായിരുന്നു, അതും കൂടെ ഒരുവിധം സെലക്ട് ചെയ്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇട്ട് നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തെന്ന് മേടിച്ചു. അത് ചോദിക്കുമ്പോ ഇവരൊന്നൊന്ന് വികസിക്കണം. അങ്ങനെ കാച്ച് ഫ്ലോട്ട് ചെയ്ത് ഞാനാണ് ഇവിടുത്തെ സെന്റർ ആർട്ട്, അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായി, ഏത് കടയിൽ നന്നായിട്ടുണ്ടല്ലോ നന്നായി. അപ്പം നോക്കിയപ്പോ ഇനി ഒരു സ്ത്രീ അതേ ഡ്രസ് ഇട്ടിട്ടു പോയി. സന്തോഷമില്ല. മനുഷ്യന്റെ സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റീവാണ്. എനിക്കെന്ത് വേണമെന്നില്ല, മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ചിന്തിച്ചിട്ട് ശരിയാണോ തെറ്റാണ്? ശരിയാണ്. ഇതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാല് ഒരു ലേഡി അങ്ങനെ നല്ലൊരു ഡ്രസ് മേടിച്ചു. ഒരു ഉദാഹരണം, ഒരു 1000 രൂപയാന്ന് വെച്ചോ, 1000 രൂപ എന്ന് വെച്ചോ. അപ്പൊ എല്ലാവരും ഒന്ന് ചോദിച്ചു ഇതെവിടെ നിന്ന് മേടിച്ചു, കൊള്ള എന്താ വില? അപ്പൊ അന്ന് ആ ഭാര്യ പറഞ്ഞു 500 രൂപയാണ്. അപ്പൊ ഹസ്ബൻഡിന് ഭയങ്കര കൺഫ്യൂഷൻ. എപ്പോഴും ആരെങ്കിലും വന്ന് ചോദിച്ചാല് 1000 രൂപയ്ക്ക് മേടിച്ച് 5000 കൂട്ടി പറയുന്നത് അവളുടെ പതി. അന്ന് മാത്രം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് 1000 രൂപയ്ക്ക് മേടിച്ചത് 500 എന്ന് പറഞ്ഞപ്പോൾ അവർ ഹസ്ബൻഡിനെ പോയി ചോദിച്ചു, ഹസ്ബൻഡ് ചോദിക്കത്തില്ല ഇങ്ങനെ കള്ളം പറഞ്ഞു, എപ്പോഴും നീ കൂട്ടിയല്ലേ പറയാ, ഇന്നത് കുറച്ച് പറഞ്ഞു. അല്ല ചുറ്റണം, മാർക്കറ്റ് മൊത്തം ചുറ്റട്ടെ, അതിലൊരു സുഖം. എന്തെല്ലാം കോംപ്ലക്സ് ആണെന്ന് അറിയാം മനുഷ്യരുടെ മനസ്സ്. അപ്പോ എനിക്ക് കിട്ടണം, ഇത് എല്ലാവരുടെ ഉള്ളിലുണ്ട്, നമ്മളെല്ലാം അത്ര ആൾക്കാരുടെ ഉള്ളിലുണ്ട്. ഇത് ബോധത്തിൽ എന്ത് നിറയോ അത് ജീവിതത്തിൽ വരും. അപ്പൊ സഹോദരിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞു, തനിക്ക് കുട്ടിയില്ല, ദിതിക്ക് വേവലാതിയും ആവലാതിയും ദുഃഖവും വിഷമവും എല്ലാം മനസ്സിൽ നിറയാൻ തുടങ്ങി. ഒരു സന്ധ്യയ്ക്ക് കശ്യപ മഹർഷി യജ്ഞം ചെയ്യാൻ ഒരുങ്ങിയ സമയം ദിതി ചെന്ന് കശ്യപ മഹർഷി നിർബന്ധിക്കുകയും ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ യാഗത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്ത് എന്റെ സഹോദരിക്ക് കുഞ്ഞുണ്ടായി, എനിക്കും സന്താനഭാഗ്യം വേണം, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കൂ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോ കശ്യപ മഹർഷി പറഞ്ഞു, ദേവി ഇത് അതിനനുയോജ്യമായ സമയമല്ല. ഓരോ സമയവും ഇന്ന കർമ്മത്തിനെന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. ആ കർമ്മം ആ സമയത്തിൽ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലമുണ്ടാവൂ. ഇപ്പൊ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന ഒരാളും അല്ലെ, ക്ലാസിക്കൽ മ്യൂസിക്, ഈ അർദ്ധരാത്രി 2 മണിക്ക് എഴുതുന്ന പാടി എങ്ങനെ ഇരിക്കും? വീട്ടിൽ പ്രയാസമാണെന്ന് വിചാരിക്കും ഇല്ലേ? എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ ഒരു സമയമാണ്. അപ്പൊ എത്ര കശ്യപ മഹർഷി ദിതിയെ ഉപദേശിച്ചിട്ടും കാമാസക്തി കൊണ്ട് നിറഞ്ഞ മനസ്സുള്ള ഒരു ദിതിക്ക് മനസ്സിലാകുന്നില്ല. ദിതി പറഞ്ഞു എനിക്ക് സന്താനഭാഗ്യം വേണം 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 എന്ന് ശാഠ്യം പിടിച്ചു, നിർബന്ധം പിടിച്ചു. കശ്യപ മഹർഷി വഴങ്ങിക്കൊടുത്തു. ആ ഗർഭത്തിലുണ്ടായതാ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ രാക്ഷസന്മാർ ഹിരണ്യകശിപുവും ഹിരണ്യ. കശ്യപ മഹർഷി പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ ബോധത്തിൽ ഈ പാപം നിറഞ്ഞുകൊണ്ടാണ് നിന്റെ ഗർഭത്തിൽ രാക്ഷസന്മാർ വന്നു ജനിച്ചത്. അതിനുശേഷം ദിതി തലയിലടിച്ച് ചെയ്ത തെറ്റിനെ മനസ്സിലാക്കി, അയ്യോ മഹാപാപം ഞാൻ ചെയ്തു പോയല്ലോ, ഭൂമിയുടെ നാശത്തിന് ഞാൻ ഒരു കാരണമായല്ലോ എന്ന് പശ്ചാത്തപിച്ച് കരഞ്ഞു വേദനിച്ചപ്പോ കശ്യപൻ പറഞ്ഞു, ദിതി ആദ്യം നിന്റെ മനസ്സിൽ കാമം നിറഞ്ഞതുകൊണ്ട് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന രാക്ഷസന്മാർ ജനിച്ചു. ഇപ്പൊ നീ പശ്ചാത്തപിച്ച് വേദനിച്ച് മനസ്സിൽ നന്മ നിറഞ്ഞതുകൊണ്ട് നിന്റെ മകൻ രാക്ഷസനാ, പക്ഷെ നിന്റെ ചെറുമകൻ ലോകമേ പ്രശംസിക്കുന്ന ഒരു ഭക്തനായി തീരുമെന്ന്. ആരാത്? ഇത് രണ്ടിനും ആരാ കാരണം? ദിതി തന്നെയാണ് കാരണം. ദിതിയുടെ മനസ്സിൽ ആദ്യം തെറ്റ് നിറഞ്ഞപ്പോ തെറ്റായ ഫലം കിട്ടി, നന്മ നിറഞ്ഞപ്പോ നന്മ. ഇത്രയും മനസ്സിൽ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, ഈ 10 രൂപയ്ക്ക് മുറി നിറയ്ക്കുന്ന ഒരു കാര്യം എല്ലാവരും കേട്ടോ? നമ്മുടെ കയ്യിലാവുള്ളത് എന്ത് നിറയ്ക്കണം. ഇത് നിറച്ചു കഴിഞ്ഞാൽ, ശരിയായ കാര്യം കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സർവത്ര ഇതിനും അത് ഗുണം ചെയ്യും.
തെറ്റായ കാര്യം ചെയ്തു പോയാൽ നമ്മളത് പോകും, പിന്നീട് വരുന്ന തലമുറകൾ അത് അനുഭവിക്കേണ്ടി വരും. കാലങ്ങളായിട്ട് അതിന് അവർ വന്നിട്ട് ഉത്തരം പറയേണ്ടി വരും. ഇതൊരു മഹാഭാവമാണ്. ഒരു ഹോട്ടലിൽ എഴുതി വെച്ചിരുന്നു, ഇവിടെ എന്ത് കഴിച്ചാലും ഫ്രീയാണ്, ഇവിടെ എന്ത് വന്ന് ഭക്ഷണം കഴിച്ചാലും ഫ്രീയാണ്, കാരണം കാശ് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിക്കുള്ളൂ. മനസ്സിലായോ? ഈ ഹോട്ടല് എന്ത് കഴിച്ചാലും ഫ്രീ. പക്ഷെ കാശ് നിങ്ങളാരും കൊടുക്കണ്ട. ആര് തരണം? നിങ്ങളുടെ ഗ്രാൻഡ് സൺ തരും. ഒരു മലയാളി കണ്ടുപിടിച്ചു ഇഷ്ടമാണ്, കാരണം കാശ് കൊടുക്കണ്ടല്ലോ. പോയി ഉള്ളതെല്ലാം കഴിച്ചു, കുറച്ച് പോക്കറ്റിലൊക്കെ വാങ്ങിച്ചിട്ട് പാർസലും പൊതിഞ്ഞെല്ലാം അവർ ബില്ല് അടിച്ചതാണ്. നിങ്ങൾ ബോർഡിൽ എഴുതി വെച്ചിരിക്കല്ലേ കാശ് കൊടുക്കണ്ടെന്ന്. ചെറുമക്കൾ വന്ന് തന്നാൽ മതി, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, ചെറുമക്കൾ വരുമ്പത്തേ. അപ്പൊ അയാൾ പറഞ്ഞു, അത് ശരിയാണ് സാറേ, നിങ്ങൾ കഴിച്ച നിങ്ങളുടെ ചെറുമകൾ കൊടുത്താൽ മതി, പക്ഷെ നിങ്ങൾ അപ്പൂപ്പം കഴിച്ച ബില്ലാണ് നിങ്ങളായിട്ട്. വിചിത്രമായി കാണണം. അങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ബോധം അതിനകത്ത് എന്ത് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പേ എല്ലാവരും അതിന് ഉത്തരം പറയും. അതിനാണ് ആദ്യത്തെ പടി അല്പം ആത്മീയ ചിന്ത മനസ്സിൽ നിന്നാക്കിയ. കാരണം തെറ്റ് കയറാൻ വലിയ സമയം വേണ്ട, നല്ല ചിന്തകൾ കയറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. ചീത്ത ചിന്ത അകത്ത് കയറ്റാൻ പ്രത്യേകിച്ച് ഒരു എക്സസൈസ് വേണ്ട. ഒരു വലിയ ആക്സിഡന്റ് റോഡിൽ പോയപ്പോ ഭയങ്കര ഒരു ആക്സിഡന്റ് നടന്നു മുമ്പേ. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, എവിടെയൊക്കെയോ സംസാരിക്കുന്നതുകൊണ്ട് എന്ത് എവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ആക്സിഡന്റ്, വണ്ടി ഇടിച്ച് സൈറനും ആംബുലൻസും ആൾക്കാർ ഓടുന്നു, അതും ഇതും എല്ലാം സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ നോർമലി കാറിൽ നിർത്തി എത്തി നോക്കൂലേ എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓടിച്ചെന്ന് ആൾക്കാരെ എല്ലാം മാറ്റി നമ്മൾ എത്തി നോക്കിയപ്പോ ഒരു മനുഷ്യൻ അവിടെ കിടക്കും. അയാൾ പെട്ടെന്ന് എണീറ്റ് പൊടിയെല്ലാം തട്ടി അയാൾ കിടക്കും. ഈ കണ്ട ആൾക്കൊരു നിരാശയാണ്. മനസ്സിലായോ? ഇവൻ എന്ത് പ്രതീക്ഷിച്ചാ പോയത്? അവിടെയൊക്കെ ചോരയൊക്കെ ഉണ്ടാവും, ഇവരുടെ വേദന, എല്ലാവരും ഉള്ളിൽ ഈ രാക്ഷസനുണ്ട്. അത് പ്രതീക്ഷിച്ചു പോയി. നോക്കിയപ്പോ അവിടെ ഒരു അപകടവുമില്ല. നമുക്കൊരു നിരാശ. അഴുക്ക ചിന്തകളും തെറ്റായ ചിന്തകളും ഉള്ളിൽ കയറാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് കഴിഞ്ഞപ്പോ കണ്ണൂരിലെ ഒരു പരിപാടി, നല്ല മനോഹരമായി, കണ്ണൂരുകാരുണ്ടോന്ന് അറിയില്ല, കാട്ടാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനോഹരമായ പുഴയോരത്തിലുള്ള ഒരു ക്ഷേത്രം, അവിടെ സപ്താഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തൊക്കെ മീൻ കഴിക്കല്ലേ, മുട്ട കഴിക്കല്ലേ, മത്സ്യം കഴിക്കല്ലേ, പതുക്കെ ആൾക്കാരെ കുത്തി സ്ക്രൂ ചെയ്തു. നമുക്ക് നാളെ പറഞ്ഞേ ഇങ്ങനെ പതുക്കെ ആൾക്കാരെ അത് കഴിക്കല്ലേ, ഇത് കഴിക്കല്ലേ, പതുക്കെ പറയും. അപ്പൊ നമ്മൾ ജീവിതമേ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കാൻ, മത്സ്യം കഴിക്കരുത്, അത് കഴിക്കരുത്, ആൾക്കാർ വെജിറ്റേറിയൻ ആവണം, നാമം ജപിക്കണം എന്നൊക്കെ പറയും. അത് ഞാൻ ലാസ്റ്റ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അടുത്ത ദിവസം സപ്താഹത്ത് ആള് പറയും, പിന്നെ ആരും കരുതില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ആളാണ്. ഞാൻ അവിടെ ഇരുന്ന് ഒരു പുഴയോരത്തിരുന്ന് ജപിക്കുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അവിടെ നോക്കിയപ്പോ എല്ലാവരും കളിക്കുന്നു, ഒരാൾ മാത്രം മീൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. ഞാനത് നോക്കിക്കൊണ്ടേയിരുന്നു. അയാൾ മീൻ പിടിക്കുന്നു, കുറേ നേരമായിട്ട് മീൻ കുടുങ്ങിയില്ല. അയാൾ ചൂണ്ടയിടുന്നു, പെട്ടെന്ന് വലിക്കുന്നു, മീനില്ല. വീണ്ടും കുറച്ചു നേരം ചൂണ്ടയിടുന്നു, പെട്ടെന്ന് വലിക്കുന്നു, മീനില്ല. 2-3 തവണയായപ്പോ എനിക്ക് കൂടെ നിരാശയായി. നമ്മൾ അതിനകത്തായിപ്പോയി. കുറേ നേരം കണ്ടിട്ട് നമ്മൾ അതിനകത്തായിപ്പോയി. ചൂണ്ടയില്ല, ചൂണ്ടയിടുമ്പോ ഞാൻ തിരിച്ചിട്ട് എന്താ പ്രതീക്ഷിക്കുക, അതിന് മീൻ കിട്ടും. നോക്കിക്കോളൂ, ഈ ലോകം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നടക്കണം. നമ്മൾ അറിയാതെ ഈ ലോകത്തിൽ തെറ്റിനകത്തായി. തെറ്റ് മനസ്സിൽ കയറാൻ വലിയ പ്രത്യേകിച്ച് ഒരു കയറ്റ് വേണ്ട, പക്ഷെ നന്മ കയറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോ കശ്യപ മഹർഷിക്ക് 2 പത്നിമാർ, ദിതി, അദിതി. അപ്പോ ഈ ദിതിയിൽ രാക്ഷസന്മാർക്കും ആരാണ് കാരണം? ആ ദിതിയുടെ ബോധം തന്നെയാണ് കാരണം. പ്രഹ്ലാദൻ എന്ന മഹാഭക്തന്റെയാണ് ആ ദിതിയുടെ ബോധം. അപ്പൊ നമ്മുടെ ബോധം, കോൺഷ്യസ്നസ് എന്ത് നിറയ്ക്കുന്നോ അതായിരിക്കും നമ്മുടെ ജീവിതം. മനസ്സിലായോ? ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ, ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ വളരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു അടുത്ത ലെസനാണ്. ജീവിതത്തിൽ സുഖം ദുഃഖം എന്ന രണ്ട് കാര്യം. നമ്മൾ ആരും തന്നെ ദുഃഖം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ആരെങ്കിലും ഉണ്ടോ? കരഞ്ഞിട്ട് കുറച്ച് ദിവസം വേദനിച്ച് അല്പം അങ്ങനെ എല്ലാവരും സുഖം മാത്രം ആഗ്രഹിക്കുന്നു. പക്ഷെ ഭാഗവതം വിചിത്രമായ ഒരു കാര്യം പറയുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യനെ സഹായിക്കുന്നത് സുഖമല്ല, ഒരു മനുഷ്യനെ അടുത്ത തലത്തിലോട്ട് ഉയർത്തുന്നത് അവന്റെ ദുഃഖമാണ്. ഇതൊരു നല്ല ലെസനാണ്. രാമായണം തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ ശ്ലോകം അത് പറയുന്നു, മാനിഷാദ പ്രതിഷ്ഠാത്വ മതമ ശാശ്വതി സമാഹ യത്രൗച മിഥുനാതേകം മാവതി കാമമോഹിതം. വാൽമീകി അങ്ങനെ ഇരുന്ന് എഴുതാൻ തുടങ്ങിയ സമയത്ത് രണ്ട് ക്രൗച്ച പക്ഷികൾ, ലവ് ബേർഡ്സ്. ഈ ക്രൗച്ച പക്ഷികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ എക്സാക്ട്ലി ലവ് ബേർഡ്സ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. സാൻസ്ക്രിറ്റിൽ ക്രൗച്ച പക്ഷികൾ ഇത് എപ്പോഴും ഇണയായിട്ടേ കാണുള്ളൂ. ഇതിൽ ഒന്ന് ചത്തുപോയാൽ അടുത്തത് 2 മണിക്കൂറിനകത്ത് ചത്തുപോകും. നമ്മുടെ നാട്ടിൽ കുറെ പേരുണ്ടല്ലോ, എന്റെ ലിവറാണ്, കരളാണ്, കട്ടിംഗ് പ്ലെയർ, അത് ചത്ത അടുത്തത് വെടിച്ചു. ഈ ക്രൗച്ച പക്ഷികളും ഒന്ന് ഇണയിൽ ഒന്ന് ചത്താൽ അടുത്തത് മണിക്കൂറുകൾക്കകം ചത്തുപോകും. അപ്പോ വാൽമീകി ആദ്യം കാണുന്നില്ല രാമായണം എഴുതാനെടുത്തത് മാനിഷാദ, കാട്ടാളനെ അദ്ദേഹം ശപിച്ചു. അത്രയ്ക്കും ശോകം, മനസ്സ് നിറയെ ദുഃഖമുണ്ടായിട്ട് അദ്ദേഹം വേദനിച്ചിരുന്നപ്പോ ഉടനെ അദ്ദേഹത്തിന്റെ ഗുരു നാരദ മഹർഷി വന്ന് ആ ദുഃഖത്തിലിരുന്ന് ഒരു കവിത എഴുതാണ്. ശോകത്തിലിരുന്ന് ഉത്ഭവിച്ചത് ആ ശ്ലോകം ദുഃഖത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഭാഗവതം പറയുന്നു, ശരിക്കും ഒരു മനുഷ്യനെ സഹായിക്കുന്നത് അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന നന്മയല്ല, അവൻ അനുഭവിക്കുന്ന വേദനയാണ് അവനെ അടുത്ത തലത്തിൽ കൊണ്ടുപോകും.
പലപ്പോഴും നമ്മൾ നല്ല തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുക, എല്ലാം സുഖമായിട്ട് മന്ത്ലി പേയും ഇതെല്ലാം വരുമ്പോ അപ്പൊ ഒരു നല്ല തീരുമാനം വരില്ല. പക്ഷെ അതിനകത്ത് ഒരു അടി കിട്ടുമ്പോ ഇനി ഞാൻ അല്ലേ? ഒന്ന് ആലോചിച്ചു. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ആരെങ്കിലും കഴിക്കുന്നതിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വരുത്തോ? നല്ലോണം. പക്ഷെ ഒരു 3 ദിവസം ഡയറിയ, ലൂസ് മോഷൻ, എന്ത് വെള്ളം കുടിച്ചാൽ പോലെ ആലോചിക്കും ഇല്ലേ? വേദനയും ദുഃഖവും ചില പരീക്ഷണങ്ങളാണ് ഒരു മനുഷ്യനെ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും ഒരു ജീവിതത്തിനെ ആഴത്തിൽ ഇറങ്ങി പഠിക്കാൻ തയ്യാറാകുന്ന ഒരു ആത്മീകവാദി സുഖത്തിന് തുല്യമായിട്ട് ദുഃഖത്തിനും അയാൾ നേരിടാൻ തയ്യാറാകും. ദുഃഖം ഷേപ്പ് ചെയ്യുന്ന ഒരാളെ. ഏത് കല്ലാണോ ഒരു ശില്പിയുടെ ഉള്ളിൽ അടി മേടിക്കാൻ തയ്യാറാകുന്നത്, ആ കല്ല് ഒരു ശില്പമായി മാറും. ജീവിതത്തിൽ ശരിക്കും വലിയ വലിയ ഫിലോസഫേഴ്സ്, ഒരുപാട് ഓത്തോഴ്സ് പുസ്തകങ്ങളൊക്കെ എഴുതുന്നില്ലേ, ഇവരുടെ കഥയിലൊക്കെ പുറകെ ചെന്ന് നോക്കണം, എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടാവും. അവന്റെ വേദനയും അനുഭവമാണ് അവൻ പുസ്തകമാക്കി മാറ്റി വെക്കുന്നത്. അപ്പൊ പലപ്പോഴും ജീവിതത്തിൽ വേദനകൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഭാഗവതം പറയുന്ന ഒരു ഭക്തൻ സുഖത്തിനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ എന്തിനെ സ്വീകരിക്കും? ദുഃഖത്തിനെയും സ്വീകരിക്കും. ആ ദുഃഖം അവനെ സഹായിക്കും. കുന്തി പ്രാർത്ഥിക്കുന്നുണ്ട് ഭാഗവതത്തില്, വിശാൽ മഹാഗണേ പുരുഷാദ ദർശന അസത്സഭായ വനവാസ കൃച്ഛൃത അനേക മഹാരഥർഷത. പറയാ, എന്റെ കുഞ്ഞുങ്ങൾ കിടന്നു ഉറങ്ങിയപ്പോ കൗരവന്മാർ വിഷം കൊടുത്തു. മഹാതീ, അവർ ഉറങ്ങിക്കിടന്ന ഇല്ലത്തിന് തീ വെച്ചു. രാക്ഷസന്മാരെ പറഞ്ഞു വിട്ടു. അസത്സഭായ, തെറ്റായ സദസ്സിൽ എന്റെ മകളുടെ വസ്ത്രാക്ഷേപം നടത്തി. വനവാസം കാട്ടി പറഞ്ഞു വിട്ടു. പക്ഷേ ജഗദ്ഗുരോ ഭവതോ ദർശനം യാതി അപുനർഭവദർശനം കൃഷ്ണ. ഇത്ര ദുഃഖം വന്നുവെങ്കിലും ആ ദുഃഖത്തിന്റെ ഇടയ്ക്ക് ഞാൻ കൃഷ്ണ എന്ന് നിന്നെ വിളിച്ചപ്പോ ആര് വന്നു? കൺമുമ്പേ നീ പ്രത്യക്ഷനാകും എന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്യുമെങ്കിൽ ഈ വിപത്തുക്കളെ വീണ്ടും ഞാൻ കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വേദന പലപ്പോഴും റിസൾട്ടിനെ എളുപ്പം തരും. മഹാഭാഗവതത്തിൽ ദേവകിയുടെ കഥ പറയുന്നു. ഓരോ തവണ ദേവകി കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും ആ കുട്ടിക്ക് 2-3 മണിക്കൂർ പ്രായം മാത്രമുള്ള സമയത്ത് കംസൻ വന്ന് ആ കുഞ്ഞിനെ, ജനിച്ച കുഞ്ഞിനെ കാല് പിടിച്ച് തൂക്കി കാരാഗ്രഹത്തിന്റെ മതിൽ, കരിങ്കൽ മതിൽ ചുവരിൽ അടിച്ചു ഓരോ കുട്ടിയേക്കും. ആ 1 മണിക്കൂർ 2 മണിക്കൂർ മാത്രം പ്രായമുള്ള കുഞ്ഞ് അങ്ങനെ എന്താ പറയാ, സ്മാഷ്ഡ്, അടിച്ചു കൊല്ലും. എന്തൊരു വേദനയായിരിക്കും ദേവകിക്ക്. ബോധം കെട്ടു പോവുകയും കൺമുമ്പേ സംഭവിക്കുന്നതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ മുടി പിടിച്ച് വലിച്ച് നെഞ്ചിലടിച്ച് ചോര കണ്ണീരായി ഒഴുകി തറയിൽ കിടന്നു വീണ്ടവൾ നിലവിളിക്കും ദേവകി. പക്ഷെ അടുത്ത കൊല്ലം എന്ത് ചെയ്യും? വീണ്ടും പ്രസവിക്കാൻ തയ്യാറാണ്. പക്ഷെ ദേവകിക്ക് അറിയാം, ഈ മണിക്കൂറുകൾക്കകം ഇവിടെ ആര് കയറി വരും? കംസൻ കടന്നു വരും, ഈ 2ാമത്തെ കുഞ്ഞിനെയും കൊല്ലും എന്ന് ദേവകിക്ക് അറിയാം. അതും സഹിക്കും, 3ാമതും സഹിക്കും. എന്തുകൊണ്ടാണ് ദേവകി? ഏതെങ്കിലും ഒരു അമ്മ ചെയ്യും. കുഞ്ഞുണ്ടായാൽ മരിച്ചു പോകുന്ന പറഞ്ഞാൽ അമ്മ പ്രസവിക്കാൻ തയ്യാറാകുന്നു. അപ്പൊ ഈ വേദന ദേവകി വീണ്ടും വീണ്ടും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ്? 8ാമത്തത് ആര് വരും? കൃഷ്ണൻ വരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഇപ്പൊ നമ്മളെല്ലാവരുടെ അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എന്ത് പറയും? ഞാൻ 8ാം ക്ലാസ്സിലേക്ക് 100-200 വാങ്ങിച്ചത്, അത് പറയും. അതൊന്നും പറയില്ല. ചില വേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ലെസൺസ്. വേദന ഒരു മനുഷ്യനെ സുഖത്തിനേക്കാളും കൂടുതൽ സഹായിക്കും. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, ദുഃഖം വരുമ്പോ അതിനെയും ആഴത്തിൽ ചിന്തിക്കുക, വലിയൊരു സഹായമായിരിക്കും. എത്ര പേര് ഉടുപ്പി ക്ഷേത്രം പോയിട്ടുണ്ട്? ഉടുപ്പി അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? ഉടുപ്പിയിൽ എന്താണ്? എല്ലാ അമ്പലത്തിലും നമ്മൾ പോയി വാതിൽ, കിഴക്കേ നട വാതിൽ അങ്ങനെയല്ലേ തൊഴുക. ഇത് അമ്പലം ബാക്കിൽ ചുറ്റിയും വന്നാല്
അമ്പലത്തിന്റെ ബാക്കിൽ ഒരു ചെറിയ ഒരു ജനൽ പോലത്തെ ഒരു സാധനമുണ്ട്. അതിൽ കൂടെ മാത്രമേ നമുക്ക് ആരെ തൊഴാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഒന്നുമില്ല. ഇതെല്ലാം സത്യമാണ്. അല്ലാതെ ഇന്നത്തെ പുതിയ തലമുറയിലുള്ളവർ പറയുന്ന പോലെ അമ്പലം, ഈ വിശ്വാസമെല്ലാം വയസ്സന്മാർക്ക് വേണ്ടിയുള്ളതാ, കെട്ടുകഥകളാണ്, ചുമ്മാ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില വാക്കുകൾ. ഇതെല്ലാം